ഹലോ ഓൾ, ഇന്ന് നമ്മൾ നോക്കുന്നത് ഹീമോഫിലസിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സും ആൻഡ് ലാബ് ഡയഗ്നോസിസും ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇതിന്റെ ക്ലിനിക്കൽ സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഒന്ന് ഇൻഫെക്ഷൻ കോസ്ഡ് ബൈ എൻകാപ്സുലേറ്റഡ് അല്ലെങ്കിൽ കാപ്സുലേറ്റഡ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ആൻഡ് ഇൻഫെക്ഷൻ കോസ്ഡ് ബൈ നോൺ കാപ്സുലേറ്റഡ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ എന്നുള്ള രീതിയിൽ അങ്ങനെ രണ്ട് രീതിയിലാണ് ഇതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്ലിനിക്കൽ സിൻഡ്രോമിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അതായത് ഇതിന്റെ അകത്ത് നമ്മുടെ കാപ്സുലേറ്റഡ് സ്ട്രെയിൻസ് മെയിൻ ആയിട്ട് കോസ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഏതാണ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി, ദാറ്റ് ഈസ് ഹിബ് ആണ് മെയിൻ ആയിട്ട് പ്രൊഡോമിനന്റ് ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത്. അത് മെയിൻ ആയിട്ട് കോസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെന്റ് സൈറ്റിലാണ്. പ്രൊഡോമിനന്റ് ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത് ബ്രെയിനിലാണ്, ദാറ്റ് ഈസ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നു. ദെൻ വിൻഡ് പൈപ്പിലാണെങ്കിൽ എപ്പിഗ്ലോട്ടൈറ്റിസ് എന്ന് പറയുന്നു. ദെൻ ലങ്സിലാണെങ്കിൽ ന്യൂമോണിയ. ദെൻ ജോയിന്റ്സിലൊക്കെ ആണെങ്കിൽ ആർത്രൈറ്റിസ്. ദെൻ സ്കിന്നിലാണെങ്കിൽ സെല്ലുലൈറ്റിസ്. ബോൺസിലാണെങ്കിൽ ഓസ്റ്റോമലൈറ്റിസ് ആൻഡ് ബ്ലഡിലാണെങ്കിൽ ബാക്ടീരിയമ എന്നുള്ള ഡിസീസസ് ഒക്കെയാണ് വരുന്നത്. ദെൻ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാക്സിൻ ഒക്കെ പണ്ട് ഈ ഹിബ് വാക്സിൻ കോമൺ ആണ്. ഹിബ് വാക്സിൻ എടുക്കുന്നതിന് മുമ്പേ ഉള്ള കാര്യങ്ങളാണ് ഇത് പറയുന്നത്. ദെൻ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ നോൺ ക്യാപ്സുലേറ്റഡ് അല്ലെങ്കിൽ നോൺ ടൈപ്പബിൾ കോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ഊട്ടൈറ്റിസ് മീഡിയയും ദെൻ ബ്രോങ്കൈറ്റിസും സൈനസൈറ്റിസും ഒക്കെയാണ് മെയിൻ ആയിട്ട് ഈ നോൺ ടൈപ്പബിൾ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ കോസ് ചെയ്യുന്ന ഡിസീസസ്. ഇതിന്റെ കേസിൽ നമ്മൾ പറയുന്ന സമയത്ത് അബൌട്ട് 50% ഓഫ് ഹിബ് ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് എന്താണ് മെനിഞ്ചൈറ്റിസ് ആണ് മെയിൻ ആയിട്ട് ഡിസീസസ് എന്നുള്ള രീതിയിൽ വരുന്നത്. ദെൻ ഫോളോഡ് ബൈ എപ്പിഗ്ലോട്ടൈറ്റിസ്, ന്യൂമോണിയ, ആർത്രൈറ്റിസ്, സെല്ലുലൈറ്റിസ് ആൻഡ് ഓസ്റ്റോമലൈറ്റിസ് ആൻഡ് ബാക്ടീരിയമ ഓസ്റ്റോമലൈറ്റിസും റയർ കേസ് ആണ്, ഓൺലി 2% മാത്രമേ വരുന്നുള്ളൂ. ദെൻ മെനിഞ്ചൈറ്റിസിന്റെ കേസിലാണെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ CSF എടുത്ത് കൾച്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ അബൌട്ട് 50 to 95% എന്തായിരിക്കും കൾച്ചർ പോസിറ്റിവിറ്റിക്ക് ചാൻസസ് കൂടുതലാണ്. ദെൻ അതേസമയത്ത് ബ്ലഡ് ആണെങ്കിൽ 50 to 95% ബ്ലഡിനും പോസിറ്റിവിറ്റി നമുക്ക് കാണാൻ പറ്റും. ദെൻ കൺജന്റിവൈറ്റിസ് ആണെങ്കിൽ ഓൺലി ഐന്ന് നമ്മൾ എടുത്ത് സ്വാബ് ചെയ്ത് നോക്കലാണെങ്കിൽ 50 to 75% എന്തായിരിക്കും ടെസ്റ്റ് പോസിറ്റിവിറ്റി കിട്ടാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. അതേസമയത്ത് ബ്ലഡ് എന്നാണെങ്കിൽ ലെസ് ദാൻ 10% മാത്രമേ പോസിറ്റീവ് കൾച്ചർ ചെയ്യുന്നുള്ളൂ. ദെൻ സൈനസൈറ്റിസ് ആണെങ്കിൽ സൈനസ് ആസ്പിറേറ്റ് 50 to 75% പോസിറ്റിവിറ്റി കിട്ടും. ദെൻ സെല്ലുലൈറ്റിസ് ആണെങ്കിൽ നമ്മൾ സ്കിൻ സാമ്പിൾസ് എടുക്കലാണെങ്കിൽ 75 to 90% കൾച്ചർ പോസിറ്റിവിറ്റി കാണിക്കുന്നുണ്ട്. ദെൻ ബ്ലഡ് എടുക്കുകയാണെങ്കിൽ 50 to 75% മാത്രമേ തരുന്നുള്ളൂ. ദെൻ ഊട്ടൈറ്റിസ് മീഡിയ, ദാറ്റ് ഈസ് മിഡിൽ ഇയർ ഇൻഫെക്ഷൻ ആണെങ്കിൽ ടിംബാനോസെന്റസിസ്, അതായത് ടിംബാനിക് മെംബ്രെയിൻ നമ്മൾ സാമ്പിൾ എടുക്കലാണെങ്കിൽ 50 to 75% എന്തായിരിക്കും കൾച്ചർ പോസിറ്റിവിറ്റി ചാൻസ് കൂടുതലായിരിക്കും. ദെൻ എപ്പിഗ്ലോട്ടൈറ്റിസ് നമ്മൾ ബ്ലഡ് ആണ് സാമ്പിൾ എടുക്കുന്നെങ്കിൽ 90 to 95% എന്തായിരിക്കും പോസിറ്റീവ് കിട്ടാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. ദെൻ ന്യൂമോണിയ, ബ്രോങ്കൈറ്റിസ് ഒക്കെ എടുക്കുന്ന സമയത്ത് കേസിൽ നമ്മൾ സ്പൂട്ടം സാമ്പിൾ ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ 25 to 75% ടെസ്റ്റ് പോസിറ്റിവിറ്റി കൂടുതലായിരിക്കും. ദെൻ ബ്ലഡ് സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ 10 to 30% മാത്രമേ പോസിറ്റിവിറ്റി കാണുന്നുള്ളൂ. ദെൻ അത് കൂടാണ്ട് നമ്മുടെ ആർത്രൈറ്റിസിന്റെ കേസിൽ നമ്മൾ സൈനോവിയൽ ഫ്ലൂയിഡ് എടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സൈനോവിയൽ ഫ്ലൂയിഡ് നമ്മൾ കൾച്ചർ ചെയ്യുന്ന സമയത്ത് 70 to 90% കൾച്ചർ പോസിറ്റിവിറ്റി ചാൻസസും പിന്നെ ബ്ലഡ് ആണെങ്കിൽ 50 to 80% കൾച്ചർ പോസിറ്റിവിറ്റി ചാൻസസും ആണ് കണ്ടുവരുന്നത്. നമുക്ക് നോക്കാം ഇതിന്റെ അകത്ത് ഏതൊക്കെയാണ് കാപ്സുലേറ്റഡ് സ്ട്രെയിൻസ് അല്ലെങ്കിൽ എൻകാപ്സുലേറ്റഡ് സ്ട്രെയിൻസ് ആയിട്ടുള്ള ഹീമോഫിലസ് ഇൻഫ്ലുവൻസ കോസ് ചെയ്യുന്ന ഡിസീസസ്. പ്രൊഡോമിനന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെനിഞ്ചൈറ്റിസ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം ഇൻഫെക്ഷൻ ഓഫ് മെനിഞ്ചസിനെ കളക്ടീവ്ലി പറയുന്ന പേരാണ് മെനിഞ്ചൈറ്റിസ്. ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് സീരിയസ് ഡിസീസസ് മെയിൻലി കോസ്ഡ് ബൈ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി ആണ്. ഇത് മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിൽഡ്രൻസ് ആണ്. ദാറ്റ് ഈസ് 2 മാസം മുതൽ 2 വർഷം വരെ ഏജുള്ള ചിൽഡ്രൻസ് ആണ് മെയിൻ ആയിട്ട് ഇൻഫെക്ഷൻ വരുന്നത്. ഇത് ഇൻഫെക്ഷൻ കിട്ടിയിട്ടുണ്ട് എന്ത് ചെയ്യും ഈ ഒരു ചിൽഡ്രന്റെ അൾട്ടേർഡ് മെന്റൽ സ്റ്റാറ്റസും പിന്നെ ഫീവറും ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ ഹൈ പിച്ച്ഡ് ക്രൈ ഉണ്ടാവും, പിന്നെ അത് ചെറിയ രീതിയിൽ നെക്ക് സ്റ്റിഫ്നെസ് ഉണ്ടാവും, ദെൻ ഹെഡേക്ക് ഉണ്ടാവും. ഹെഡേക്കും ഫോട്ടോഫോബിയയും ഓൾഡർ ചിൽഡ്രൻസ് കണ്ടുവരുന്നുണ്ട്. ദെൻ അൺട്രീറ്റഡ് കേസസ് ആണെങ്കിൽ ചിൽഡ്രൻസിന്റെ കേസിൽ അബോവ് 90% ഡെത്ത് റേറ്റ് കാണുന്നുണ്ട്. ഇത് മെയിൻ ആയിട്ട് കണ്ടുവരുന്ന ചിൽഡ്രൻസിലാണ്. അഡൾട്ട്സിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസയുടെ മെനിഞ്ചൈറ്റിസ് വളരെ റയർ കേസാണ് അഡൾട്ടിനെ സംബന്ധിച്ച്. ഇതാണ് നമ്മുടെ ഹീമോഫിലസ് ഇൻഫ്ലുവൻസിന്റെ ടിപ്പിക്കൽ സിംറ്റംസ് എന്ന് പറയുന്നത് നെക്ക് സ്റ്റിഫ്നെസ്, നെഫ് എന്തായി പോവാ, നെക്ക് അനക്കാൻ പറ്റാത്ത അവസ്ഥ വരിക. ദെൻ ഫോട്ടോഫോബിയ, സെൻസിറ്റിവിറ്റി ടു ലൈറ്റ്, ദെൻ ഡ്രൗസ്നെസ്സസ്, ഹൈ ഫീവർ ആയിരിക്കും, പുവർ ഫീഡിങ് ആൻഡ് ഡിഫിക്കൽട്ടി ബ്രീത്തിങ്. ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് ഇതിന്റെ ടിപ്പിക്കൽ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്നുള്ള രീതിയിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ദ എപ്പിഗ്ലോട്ടൈറ്റിസ്. ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിബ് ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്ന സെക്കൻഡ് മോസ്റ്റ് ഡിസീസസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് എപ്പിഗ്ലോട്ടൈറ്റിസ്. ഇൻഫ്ലമേഷൻ ഓഫ് എപ്പിഗ്ലോട്ടിസ് ആണ്. ഇതെന്താണ് അതുകൊണ്ട് തന്നെ വിൻഡ് പൈപ്പിന് മുകളിൽ തന്നെ ഇൻഫെക്ഷൻ വരുന്നത് കൊണ്ട് ഇറ്റ് ഇസ് എ ലൈഫ് ത്രെറ്റനിങ് എമർജൻസി കണ്ടീഷൻസ് ആണ്. ഇത് മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 to 18 months ഓഫ് ഏജ് ഉള്ള ഇൻഡിവിജ്വൽസ് ആണ്, ചിൽഡ്രൻസ് ആണ് മെയിൻ ആയിട്ട് കണ്ടുവരുന്നത്. ദെൻ ഇതിന്റെ കണ്ടീഷൻസോട് ഫോളോഡ് ബൈ എന്തും കൂടി ഉണ്ടാവും, ചില സമയത്ത് സെല്ലുലൈറ്റിസും ഉണ്ടാവും. ദെൻ ഒബ്സ്ട്രക്റ്റീവ് ലാറിഞ്ചൽ എഡിമയും കണ്ടുവരുന്നുണ്ട് ചില പേഷ്യൻസിന്. The next one is the cellulitis.
ഇത് മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിൽഡ്രൻസിൽ ഉണ്ടാകുന്ന സ്കിൻ ഇൻഫെക്ഷൻ ആണ് സെല്ലുലൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് മെയിൻ ആയിട്ട് കണ്ടുവരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബക്കൽ ഏരിയയിലും അതുപോലെ തന്നെ പെരി ഓർബിറ്റൽ റീജിയൻസും ആണ് മെയിൻ ആയിട്ട് കണ്ടുവരുന്നത്. ഇതിന്റെ മെയിൻ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീവർ ഉണ്ടാവും, ദെൻ ഇൻഡുറേഷൻസ് ഉണ്ടാവും, ടെൻഡേഴ്സ് ഉണ്ടാവും. മെയിൻ ആയിട്ട് കണ്ടുവരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെഡിലും നെക്കിലും ഒക്കെ ആയിട്ടായിരിക്കും ഇതിന്റെ ടെൻഡർനെസ്സും പിന്നെ അതുപോലെ തന്നെ ഇൻഡുറേഷൻസും കണ്ടുവരുന്നത് സെല്ലുലൈറ്റിസിന്റെ. ദെൻ സെപ്റ്റിക് ആർത്രൈറ്റിസ് മെയിൻ ആയിട്ട് കണ്ടുവരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ആൾക്കും കണ്ടുവരുന്നത്. ഇപ്പം ചിൽഡ്രൻസിനാണെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവോൾവ് ആവുന്ന ജോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാർജ് സിംഗിൾ ജോയിന്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഒന്നുകിൽ നീ ജോയിന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ആംഗിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഹിപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ എൽബോസ് ഒക്കെ ആയിരിക്കും മെയിൻ ആയിട്ട് ഇൻഫെക്ഷൻ വരുന്നുണ്ടാവും. അതേ സമയത്ത് അഡൽട്സിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രണ്ട് രീതിയിൽ എക്സിസ്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഒന്നുകിൽ മോണോ ആർട്ടിക്കുലർ ഇൻഫെക്ഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ പോളി ആർട്ടിക്കുലർ ഇൻഫെക്ഷൻസ് ആയിരിക്കാം ഈ നമ്മുടെ അഡൽട്സിൽ കണ്ടുവരുന്ന സെപ്റ്റിക് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ ന്യൂമോണിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ഇൻഫാൻസിലാണ് ഇത് മെയിൻ ആയിട്ട് കണ്ടുവരുന്നത്. അതായത് അതെന്തായിരിക്കും, ഈ ഒരു ന്യൂമോണിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ന്യൂമോണിയ ആയിട്ട് ഒരിക്കലും നമുക്ക് ക്ലിനിക്കലി ഇൻഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ ഇപ്പം ഹ്യൂമോഫിലസ് ഇൻഫ്ലുവൻസിന്റെ ന്യൂമോണിയ ആണോ, അതല്ല ക്ലബ്സിയലയുടെ ന്യൂമോണിയ ആണോ, ദെൻ സ്ട്രെപ്റ്റോകോക്കയുടെ ന്യൂമോണിയ ആണോ, നമുക്ക് ഒരിക്കലും ക്ലിനിക്കൽ ഫീച്ചേഴ്സ് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, പിന്നെ അതുകൂടാണ്ട് ഇതിന് സെപ്പറേറ്റീവ് ലീഷൻസ് ആയിട്ടുള്ള എപ്പിഗ്ലോട്ടൈറ്റിസ് ഉണ്ട്, പെരികാർഡൈറ്റിസ് ഉണ്ട്, സെപ്റ്റിക് ആർത്രൈറ്റിസ് ഒക്കെ കോസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലെസ് കോമൺ ഇൻഫെക്ഷൻസ് ആയിട്ട് എന്തൊക്കെ കോസ് ചെയ്യുന്നുണ്ട്, എൻഡോഫ്താൽമൈറ്റിസും സെർവിക്കൽ അഡിനൈറ്റിസും ഓസ്റ്റിയോമലൈറ്റിസും പിന്നെ അതുപോലെ തന്നെ എൻഡോകാർഡൈറ്റിസും ഒക്കെ ലെസ് സിവിയർ ഇൻഫെക്ഷൻ എന്നുള്ള രീതിയിലാണ് കണ്ടുവരുന്നത്. ഇത്രയാണ് മെയിൻ ആയിട്ട് ക്യാപ്സുലേറ്റഡ് ഹിമോഫിലസ് ഇൻഫ്ലുവൻസഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഹിമോഫിലസ് ഇൻഫ്ലുവൻസ മെയിൻ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫീവർ, ചിൽസ്, കഫ് ഉണ്ടാവും, പെയിൻ ഉണ്ടാവും, ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് ഉണ്ടാവും, മസിൽ പെയിൻ ഉണ്ടാവും, ബോഡി ഏക്ക് ഉണ്ടാവും, എക്സസീവ് ടയർഡ്നെസ് ഉണ്ടാവാം. ദെൻ ഇതിന്റെ മെയിൻ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, എയർവേയിൽ ബ്ലോക്കേജ് വരുന്നതിനെ കൊണ്ട് തന്നെ ന്യൂമോണിയയിലേക്ക് ലീഡ് ചെയ്യാം. ചില കേസിൽ എന്ത് ചെയ്യാം, ബ്രെയിൻ ഡാമേജ് ലീഡ് ചെയ്തിട്ട് മെനിഞ്ചൈറ്റിസ് കോസ് ചെയ്യും. ദെൻ അങ്ങനെ വേണമെങ്കിൽ ഈവൻ ഡെത്തിലേക്ക് വരെ എത്താനുള്ള ചാൻസസ് കൂടുതലാണ്. ചില പേഷ്യൻസിന് ഈ ഓട്ടൈറ്റിസ് മീഡിയ വരുന്നതിന്റെ ഫലമായിട്ട് ഹിയർ ലോസിങ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. ദെൻ ഇതെന്താണ്, നമ്മുടെ ആക്ച്വലി ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്ടിന്റെ മുകളിൽ എന്താണ് നോർമൽ ഫ്ലോറ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ചില കേസിൽ എന്ത് ചെയ്യും, ഇത് ഇൻവേഡിങ് ടൈപ്പ് ഓഫ് ഇൻഫെക്ഷനിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെത്ത് റേറ്റ് എന്താണ് 3 to 6% ചിൽഡ്രൻസിന്റെ അകത്തും എന്ത് കണ്ടുവരുന്നുണ്ട്, ഡെത്ത് റേറ്റ് ആയിട്ട് കണ്ടുവരുന്നുണ്ട്. ഇതിനകത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീമോഫിലസിന്റെ കേസിൽ തന്നെ ടൈപ്പ് ബി ബാക്ടീരിയ ആണ് മെയിൻ ആയിട്ട് ഇൽനസ് കോസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഹിബ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അബൌട്ട് 90 to 95% ഓഫ് ഹിമോഫിലസ് ഇൻഫ്ലുവൻസയുടെ മെയിൻ ആയിട്ട് ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത് ഹിബ് ആയിരിക്കും. ഇത് മെയിൻ ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഫിങ്, സ്നീസിങ്, അതുപോലെ തന്നെ ക്ലോസ് കോൺടാക്ട് വഴിക്കാണ് ഇത് മെയിൻ ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്നത്. പിന്നെ ഇത് ഇൻവേസീവ് ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നുണ്ട്. ഇതിന് വാക്സിൻ ഉണ്ട്, ദാറ്റ് ഈസ് ഹിബ് വാക്സിൻ മാത്രമാണ് ഇതിനെ വാക്സിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ എൻകാപ്സുലേറ്റഡ് അല്ലെങ്കിൽ നോൺ കാപ്സുലേറ്റഡ് സ്ട്രെയിൻസ് മെയിൻ ആയിട്ട് ഡിസീസ് കോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് നോൺ കാപ്സുലേറ്റഡ് സ്ട്രെയിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആക്ട് ആസ് എ ഓപ്പർച്യൂണിസ്റ്റിക് പാത്തോജൻ അല്ലെങ്കിൽ ഓപ്പർച്യൂണിസ്റ്റിക് ബാക്ടീരിയ ഓഫ് അപ്പർ റെസ്പിറേറ്ററി ആൻഡ് ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ആണ്. നമ്മുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിലും ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിലും നോർമൽ ഫ്ലോറ ആയിട്ട് ആക്ട് ചെയ്യുന്നു. ദെൻ നമ്മുടെ ഹോസ്റ്റ് ഇമ്മ്യൂൺ സ്റ്റാറ്റസ് എപ്പോഴാണ് ലോവേർഡ് ആവുന്ന കണ്ടീഷൻ, ആ സമയത്ത് നമുക്ക് എന്ത് കോസ് ചെയ്യുന്നു, ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നു. ഇത് മെയിൻ ആയിട്ട് കോസ് ചെയ്യുന്നത് ഓട്ടൈറ്റിസ് മീഡിയ, ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ ആൻഡ് കൺജന്റിവൈറ്റിസ് ഒക്കെയാണ് മെയിൻ ആയിട്ട് കോസ് ചെയ്യുന്നത്. ഇതിന്റെ കൺജന്റിവൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ഓൾഡർ ചിൽഡ്രൻസ് ആണ് മെയിൻ ആയിട്ട് കോസ് ചെയ്യുന്നത്. പിന്നെ അത് കൂടാണ്ട് ഇത് ന്യൂമോണിയ കോസ് ചെയ്യുന്നുണ്ട്. ന്യൂമോണിയ തന്നെ മെയിൻ ആയിട്ട് കോസ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി അക്വയർഡ് ബാക്ടീരിയൽ ന്യൂമോണിയ ആണ് മെയിൻ ആയിട്ട് അഡൾട്ട്സിൽ കോസ് ചെയ്യുന്നത്. ഇറ്റ് കൺജന്റിവൈറ്റിസ്, സൈനസൈറ്റിസ് ഉണ്ട്, ഓട്ടൈറ്റിസ് മീഡിയ ഉണ്ട്, കമ്മ്യൂണിറ്റി അക്വയർഡ് ന്യൂമോണിയ ഉണ്ട്, ബ്രോങ്കൈറ്റിസും കാര്യങ്ങളൊക്കെ കോസ് ചെയ്യുന്നുണ്ട്. ഇതിനെ നമുക്ക് ഫേജ് ടൈപ്പിംഗ് വെച്ചിട്ട് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് HP1, HP3, S2, N3 എന്നുള്ള രീതിയിൽ 4 ഫേജസ് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഒരു പവർഫുൾ ആയിട്ട് ബാക്ടീരിയോസിന്റെ പ്രശ്നം നടക്കുന്നുണ്ട്. ഇതിന്റെ ബാക്ടീരിയോസിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിമോസിൻ എന്നുള്ള പേരിലാണ് ഇതിന്റെ ബാക്ടീരിയോസിൻ അറിയപ്പെടുന്നത്. ദെൻ ലാബ് ഡയഗ്നോസിസ് നമ്മൾ സാമ്പിൾസ് എടുക്കും. ദെൻ നെക്സ്റ്റ് വൺ ലാബ് ഡയഗ്നോസിസ്. സാമ്പിൾ നോക്കുന്ന സമയത്ത് ഇപ്പൊ മെനിഞ്ചൈറ്റിസ് ആണെങ്കിൽ നമുക്ക് എന്തൊക്കെ സാമ്പിൾസ് എടുക്കാം, CSF എടുക്കാം, ബ്ലഡ് എടുക്കാം. ദെൻ ഇനി അതേ സമയത്ത് നമ്മൾ CSF-ന്റെ അകത്ത് നോക്കുന്ന സമയത്ത് ഇപ്പം മെനിഞ്ചൈറ്റിസ് ഉണ്ട്, ദെൻ CSF-ന്റെ അകത്ത് നോക്കുന്ന സമയത്ത് എന്തായിരിക്കും, പ്ലിയോസൈറ്റോസിസ് കണ്ടീഷനിലേക്കും കാണാം. ദാറ്റ് ഈസ് എന്തായിരിക്കും, WBC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4000 to 5000 WBCs ആയിരിക്കും. അതിൽ തന്നെ എന്തായിരിക്കും ഏറ്റവും കൂടുതൽ കാണുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂട്രോഫിൽസിന്റെ എമൗണ്ട് ആയിരിക്കും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ദെൻ അത് കൂടാണ്ട് ഗ്ലൂക്കോസിന്റെ ലെവൽ ഡിക്രീസ് ചെയ്യുകയും ചെയ്യും, പ്രോട്ടീന്റെ ലെവൽ എന്ത് ചെയ്യും, കൂടുകയും ചെയ്യും. ഗ്ലൂക്കോസിന്റെ ലെവൽ എന്തുകൊണ്ടാണ് ഡിക്രീസ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗാനിസം മെറ്റബോളിസത്തിന് വേണ്ടി ഗ്ലൂക്കോസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഗ്ലൂക്കോസിന്റെ ലെവൽ കുറയും. ഈ രീതിയിലാണ് നമ്മുടെ സ്പൈനൽ കോഡിന്റെ എന്താണ് L3, L4 വെർട്ടിബ്രേ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സാമ്പിൾ കളക്ഷൻ എടുക്കുന്നത്. ഇതിന്റെ സാമ്പിൾ കളക്ഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞ ടോപ്പിക് എടുക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം.
പിന്നെ അതുകൊണ്ടാണ് നമ്മളെന്താണ് ബ്ലഡ് സാമ്പിൾ ആയിട്ട് എടുക്കും. ബ്ലഡ് സാമ്പിൾ മെയിൻ ആയിട്ട് എടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെല്ലുലൈറ്റിസിന്റെ കേസിലും എപ്പിഗ്ലോട്ടൈറ്റിസ്, ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ന്യൂമോണിയയുടെ കേസിലൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ബ്ലഡ് സാമ്പിൾ എടുക്കുന്നത്. പിന്നെ ത്രോട്ട് സാബ് എടുക്കും, പസ് സ്വാബ്സും എടുക്കുന്നുണ്ട്. പിന്നെ അതുകൂടാണ്ട് ഈ ജോയിന്റിൽ നിന്നും മിഡിൽ ഇയറിൽ വരുന്ന ഡ്രെയിനേജ് പിന്നെ അതുപോലെ തന്നെ സൈനസ് ഒക്കെ നമ്മൾ വേണമെങ്കിൽ ആസ്പിറേറ്റ്സും കൂടി നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് പോലത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്തായിരിക്കും ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വെരി ഡെലിക്കേറ്റ് ഓർഗാനിസം ആണ് ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് വെരി സെൻസിറ്റീവ് ടു ലോ ടെമ്പറേച്ചർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ സസ്പെക്ട് ചെയ്യുന്ന സാമ്പിൾസ് നമ്മൾ ഒരിക്കലും എവിടെ വെക്കാൻ പാടില്ല, റെഫ്രിജറേറ്റ് ചെയ്യാൻ പാടില്ല. ഇൻസ്റ്റെഡ് ഓഫ് കീപ്പിംഗ് റെഫ്രിജറേറ്റർ ദേ മസ്റ്റ് ബി കെപ്റ്റ് ഇൻ എ ഇൻക്യുബേറ്റർ ഓർ റൂം ടെമ്പറേച്ചർ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. കാരണം ചെറിയൊരു ടെമ്പറേച്ചർ ചേഞ്ചസ് തന്നെ, അതായത് 4 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ ഈ ഓർഗാനിസത്തിന്റെ ഡെത്ത് സംഭവിക്കും. ദെൻ മൈക്രോസ്കോപ്പിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഗ്രാം സ്റ്റെയിൻ നോക്കും, ഗ്രാം നെഗറ്റീവ് കോക്കോബാസിലറി, സ്മോൾ ഗ്രാം നെഗറ്റീവ് കോക്കോബാസിലറി കാണും. ദെൻ ക്യാപ്സൂൾ ഡെമോൺസ്ട്രേഷന് വേണ്ടി നമുക്ക് കൊല്ലൻ റിയാക്ഷൻ ചെയ്യാം, ഹിസ് മെത്തേഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇന്ത്യ പ്രിപ്പറേഷൻ ചെയ്യാം. ദെൻ കൾച്ചർ നമ്മൾ നോർമലി ചെയ്യുന്നത് ചോക്ലേറ്റ് അഗാർ അല്ലെങ്കിൽ ലെവിൻദാൽസ് മീഡിയത്തിലാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ചോക്ലേറ്റ് അഗാറിനകത്താണെങ്കിൽ നമ്മൾ 1 to 2 millimeter സ്മൂത്ത് ഒപ്പേക്ക് കോളനീസ് ആയിരിക്കും നമുക്ക് കിട്ടുക. ദെൻ വേണമെങ്കിൽ നമുക്ക് ബ്ലഡ് അഗാറിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, സാറ്റലൈറ്റിസം വേണമെങ്കിൽ നമുക്ക് ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ആന്റിജൻ ഡിറ്റക്ഷൻ ഉണ്ട്, ദാറ്റ് ഈസ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസയുടെ PRP ക്യാപ്സുലർ ആന്റിജൻ നമുക്ക് CSFന്റെ അകത്തുനിന്ന് നമുക്ക് അതുപോലെ തന്നെ യൂറിന്റെ അകത്തുനിന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ റാപ്പിഡ് ആൻഡ് സെൻസിറ്റീവ് മെത്തേഡ് ആയിരിക്കും. ഇത് ടെസ്റ്റ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ കൗണ്ടർ ഇമ്മ്യൂണോ അൾട്രോഫോർസിസ് അല്ലെങ്കിൽ ലാറ്റസ് അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ കോ അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ്, ദെൻ ഇമ്മ്യൂണോഫോർസൻസ് ആൻഡ് എലൈസ, ഇങ്ങനെ ഏതെങ്കിലും മെത്തേഡ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ യൂറിന്റെ അകത്തുനിന്ന് അതുപോലെ തന്നെ CSFന്റെ അകത്തുനിന്നുള്ള ഹീമോഫിലസിന്റെ PRP ക്യാപ്സുലർ ആന്റിജനെ നമുക്ക് വേണമെങ്കിൽ ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. Then next one is the disc test for X and V requirement. നമുക്കറിയാം ഇതെന്താണ് ഹീമോഫിലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ X and V ഫാക്ടേഴ്സിന്റെ എസൻസ് അത്യാവശ്യമാണുള്ളതെന്ന് അറിയാം. ഇതിലൂടെ നമ്മൾ എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മീഡിയ എടുക്കുന്നു, ആ മീഡിയത്തിനകത്ത് ബോത്ത് X and V ഫാക്ടേഴ്സ് ലാക്കിംഗ് ആയിരിക്കും. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ അകത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യാം, ഈ XV and XV എന്ന് പറഞ്ഞ കോമ്പിനേഷൻ നമുക്ക് കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിരിക്കും. ഇതൊരു ഡിസ്ക് ആയിട്ട് കിട്ടും. ഈ ഡിസ്ക് നമ്മൾ അതിന്റെ അകത്ത് വെക്കുക, ആ ഒരു മീഡിയത്തിനകത്തേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്ത് വെക്കുക. ദെൻ നമ്മൾ എന്ത് നോക്കുക, സ്ട്രീക്ക് ചെയ്യുക, അതിന്റെ ഗ്രോത്ത് പാറ്റേൺ നോക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് 3 റിസൾട്ട് ആണ് വരുന്നത്. ഒന്നെങ്കിൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഗ്രോത്ത് സറൗണ്ടിങ് X ആൻഡ് XV ഡിസ്ക് ഓൺലി, അതായത് ഒന്നെങ്കിൽ Xന്റെ അടുത്ത് മാത്രവും പിന്നെ അതുപോലെ തന്നെ XVന്റെ അടുത്ത് മാത്രം ആയിരിക്കും ഗ്രോത്ത് ഉണ്ടാവുക. ഇതിന്റെ നമ്മൾ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സ്ട്രെയിൻസിന് റിക്വയർ X ഫാക്ടർ ഫോർ ദർ നെസസറി ഗ്രോത്ത് എന്നുള്ള രീതിയിലാണ്. പക്ഷെ ആരുടെ ആവശ്യം വരുന്നില്ല, അവിടെ V ഫാക്ടറിന്റെ ആവശ്യം വരുന്നില്ല. ഇതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് ഹീമോഫിലസ് ഡ്യൂക്രി. Then growth, the next one is the എന്ത് വേണം, growth only surrounds the V and XV only. അതായത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗാനിസത്തിന് V ഫാക്ടർ നെസസറി ആണ്, പക്ഷെ X ഫാക്ടർ വേണ്ട. ഇതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് ഹീമോഫിലസ് പാര ഇൻഫ്ലുവൻസ ആൻഡ് ഹീമോഫിലസ് പാര ഹീമോലൈറ്റിക്കസ് ഒക്കെ. Then growth only XV ഡിസ്ക്, അതായത് XVന്റെ അടുത്ത് മാത്രമേ ഡിസ്ക് വരുന്നുള്ളൂ. ദാറ്റ് ഈസ് ഇതിൽ എന്ത് വേണം, ഫോർ ദെയർ ഒപ്റ്റിമൽ ഗ്രോത്ത് ബോത്ത് X and V ഫാക്ടേഴ്സ് വേണം. ഇതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ, ഹീമോഫിലസ് ഈജിപ്റ്റസ് ആൻഡ് ഹീമോഫിലസ് ഹീമോലൈറ്റിക്കസ് ഒക്കെയാണ് ഇതിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രിപ്സ് ആണ്, V X XV എന്നുള്ള രീതിയിലൂടെ കണ്ടില്ല. XVന്റെ അടുത്ത് എന്താണ് ചെറിയൊരു ഗ്രോത്ത് കാണാൻ പറ്റും, കണ്ടില്ല ഇവിടെ എന്താണ് XVന്റെ അടുത്ത് ഗ്രോത്ത് കാണുന്നുണ്ട്. ഓക്കെ, ഇതും എന്താണ് സെയിം ടെസ്റ്റ് തന്നെയാണ്, സ്ട്രിപ്സ് ആണ്. Xന്റെ അടുത്തുള്ള ഗ്രോത്ത് ഉണ്ട്, Vന്റെ അടുത്ത് ഗ്രോത്ത് ഉണ്ട്, ദെൻ X ആൻഡ് Vന്റെ അടുത്ത് ഗ്രോത്ത് വരുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതി ചെയ്യാം, ഒരു പെട്രഡിഷന്റെ അകത്തേക്ക് നമ്മൾ 4 കോർണർ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നിന്റെ അകത്ത് X ഫാക്ടറിലുള്ള മീഡിയ ഇൻകോർപ്പറേറ്റഡ് വിത്ത് X ഫാക്ടർ, രണ്ടാമത്തെ മീഡിയ ഇൻകോർപ്പറേറ്റഡ് വിത്ത് V ഫാക്ടർ, the third one is the media incorporated with both X and V factor, then fourth one is the blood agar. ആ രീതിയിൽ നമ്മൾ മീഡിയ ആഡ് ചെയ്ത് വെക്കുക. നമ്മൾ സെയിം ഓർഗാൻസ് നമ്മൾ ഇനോക്കുലേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ ഇതിന് X and V ഫാക്ടേഴ്സ് നെസസറി ആണ്. അതുകൊണ്ട് തന്നെ ഈ X and V മാത്രമേ ഇതിന്റെ ഗ്രോത്ത് പാറ്റേൺ നമുക്ക് കാണാൻ പറ്റും. ഈ ബാക്ടീരിയയുടെ ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്രാം സ്റ്റെയിൻ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ സ്മോൾ പ്ലിയോമോർഫിക് ഗ്രാം നെഗറ്റീവ് കോക്കോബാസിലറി ആയിരിക്കും. ബ്ലഡ് അഗറിനകത്ത് നമുക്ക് വേണമെങ്കിൽ സാറ്റലൈറ്റിസ് നമുക്ക് ഡെമോൺസ്ട്രേഷൻ ചെയ്യാം. പിന്നെ അത് ബയോകെമിക്കലി നമ്മൾ എന്താണ് ഷുഗർ ഫെർമെന്റേഷൻ ടെസ്റ്റ് നോക്കുന്ന സമയത്ത് ഗ്ലൂക്കോസും ഗാൽറ്റോസും ഫെർമെന്റ് ചെയ്യും. പക്ഷെ ഒരിക്കലും ലാക്ടോസും സുക്രോസും മാൻറ്റോളിന്റെ ഫെർമെന്റേഷൻ നടക്കത്തില്ല. കാറ്റലൈസ് പോസിറ്റീവ് ആൻഡ് ഓക്സിഡൈസ് പോസിറ്റീവ് ആയിരിക്കും. ഇതിനെ നമ്മൾ സീറോ ടൈപ്പിംഗ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് കൊല്ലൻ റിയാക്ഷൻ അല്ലെങ്കിൽ കോ അഗ്ലൂട്ടിനേഷൻ, എലൈസ, ദെൻ റീസെന്റ് ആയിട്ട് DNA പ്രോബ് അനാലിസിസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇതിനാണെങ്കിൽ സീറോ ടൈപ്പിംഗ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ മെയിൻ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ മെയിൻ ആയിട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൾഫറമൈഡ്സ്, ക്ലോറാംഫെനിക്കോൾ, സിപ്രോഫ്ലോക്സാസിലിൻ, ആംപിസിലിൻ, സെഫോടാക്സിൻ ആൻഡ് സെഫ്റ്റാസിഡിം ഒക്കെയാണ് ഇതിന്റെ മെയിൻ ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ.
ദെൻ മെനിഞ്ചൈറ്റിസ് ആണെങ്കിൽ ഇപ്പൊ ഹിബ് കോസ് ചെയ്യുന്ന മെനിഞ്ചൈറ്റിസ് ആണെങ്കിൽ നമ്മൾ ഇനീഷ്യലി കൊടുക്കുന്ന ഡ്രഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെഫോടാക്സിമും സെഫ്ട്രയസോൺ ഒക്കെയാണ് കൊടുക്കുന്നത്. ഇനി അതേ സമയത്ത് നോൺ എൻകാപ്സുലേറ്റഡ് ആയിട്ടുള്ള ഹിമോഫിലസ് ഇൻഫ്ലുവൻസയുടെ ഇൻഫെക്ഷൻ ആണെങ്കിൽ നമുക്ക് അതിനെ പെൻസിലിൻ കൊടുത്താൽ മതിയാവും. ദെൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് വാക്സിൻ ഉണ്ട്, ദാറ്റ് ഇസ് ഹിബ് കോൺജുഗേറ്റ് വാക്സിൻ ഉണ്ട്. ഇത് മെയിൻ ആയിട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫാൻസിനും അതുപോലെ തന്നെ ചിൽഡ്രൻസിനാണ് കൊടുക്കുന്നത്. ഇത് നല്ല രീതിയിൽ എഫക്റ്റീവ് ആണ്. അതുപോലെ തന്നെ ഇതെന്താണ് ഈ ഒരു ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹിബ് വാക്സിൻ കൊടുക്കുന്ന സമയത്ത് എന്തിനുള്ള പ്രൊട്ടക്ഷൻ കിട്ടത്തില്ല, നോൺ ടൈപ്പബിൾ അല്ലെങ്കിൽ നോൺ ക്യാപ്സുലേറ്റഡ് സ്ട്രെയിൻസ് ഓഫ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസയുടെ ഇൻഫെക്ഷൻ അഗേൻസ്റ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റി ആർക്ക് ഉണ്ടാവില്ല, നമ്മുടെ ഹിബ് കോൺജുഗേറ്റ് വാക്സിൻ ഉണ്ടാവത്തില്ല. അത് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ.